സുധാകരന് പറ്റുന്ന അബദ്ധങ്ങൾ ചില്ലറയൊന്നുമല്ല. സാധാരണ ഒരു വട്ടം ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പിന്നെ പച്ചവെള്ളം കണ്ടാലും പേടിക്കും. പക്ഷെ ഇവിടെ സുധാകരൻ എത്ര വട്ടം വീണാലും പേടിക്കില്ല എന്ന വാശിയിലാണ്. നല്ലൊരു ഭരണാധികാരി ആകുന്നതിനുപരി സുധാകരന് ഇഷ്ടം മറ്റുള്ളവരുടെ മുന്നിൽ കോമാളി ആകുക എന്നതാണ്. ഇപ്പോൾ കോൺഗ്രസിലെ മാത്രമല്ല ലീഗിന്റെ കൂടെ കണ്ണിലെ കരടാണ് കുമ്പിടി സുധാകരൻ. പറ്റിയത് അബദ്ധമാണെന്ന് പറയുന്നത് തന്നെ വലിയൊരു അബദ്ധമല്ലേ സുധാകര? കാരണം താങ്കളുടെ സംഘപരിവാർ ബന്ധം നാട്ടിൽ മുഴുവൻ പാട്ടാണ്. ആ വിവരം വല്ലതും താങ്കൾക്ക് അറിവുണ്ടോ ആവോ? ഇപ്പോൾ KPCC പ്രസിഡന്റ് കെ സുധാകരന്റെ സംഘപരിവാർ പ്രീണനത്തിൽ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ കടുത്ത അമർഷം അറിയിച്ചിരിക്കുകയാണ്. അബ്ദുൾ സമദ് സമാനി MPയെ ഒപ്പം നിർത്തിയാണ് സുധാകരൻ ബുധനാഴ്ച സംഘപരിവാറിനെയും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെയും പ്രകീർത്തിച്ചത്. മുസ്ലിം ലീഗിലും ഇത് അസ്വസ്ഥത സൃഷ്ടിച്ചു. BJP സർക്കാരിന്റെ ഫാസിസ്റ്റ് നടപടികൾക്ക് പ്രതിഷേധ പാർട്ടിയിലെ MPമാർ ഇരയാകുമ്പോഴാണ് KPCC പ്രസിഡന്റിന്റെ സംഘപരിവാർ പ്രീണനം. സർവകലാശാല സെനറ്റിലേക്ക് സംഘപരിവാറുകാരെ ഗവർണർ നാമനിർദ്ദേശം ചെയ്തതിൽ എന്താണ് കുഴപ്പമെന്ന് സുധാകരൻ 5-6 തവണ ആവർത്തിച്ചു. ഈ പ്രതികരണം വലിയ വിവാദമായതോടെ പറഞ്ഞതിൽ ചിലത് വിഴുങ്ങി. എന്നാൽ അടിസ്ഥാനപരമായുള്ളവ പിൻവലിച്ചിട്ടില്ല. മാത്രമല്ല ഗവർണർ നടത്തിയ നാമനിർദ്ദേശം പരിശോധിക്കാൻ കോൺഗ്രസ് പ്രത്യേക സമിതിയെ നിയോഗിച്ചിട്ടുണ്ടെന്നും അവർ സംഘപരിവാറുകാരുടെ അടക്കം യോഗ്യത വിലയിരുത്തുമെന്നുമാണ് സുധാകരൻ പറഞ്ഞത്. സംഘപരിവാറുകാരെ നാമനിർദ്ദേശം ചെയ്തതിനെ പൂർണ്ണമായി തള്ളാൻ കോൺഗ്രസ് തയ്യാറല്ലെന്നതാണ് ഇതിന്റെ അർത്ഥം. കോൺഗ്രസിന്റെ തുറന്നു പറച്ചിലിൽ കോൺഗ്രസിനെ രാഷ്ട്രീയമായി വെട്ടിലാക്കിയെന്ന നേതാക്കൾ പറയുന്നു. വരും നാളുകളിൽ ഇതിനോടുള്ള പ്രതികരണം പല രീതിയിലും ഉണ്ടാകും. ലീഗും രാഷ്ട്രീയപരമായി പ്രതിരോധത്തിലായി. പലതവണ BJPയുടെ ചേർന്ന് നിന്ന് സംസാരിച്ച സുധാകരനെ ഹൈക്കമാൻഡ് ഇടപെട്ട് നിയന്ത്രിച്ചെങ്കിലും കാര്യങ്ങൾ വഷളാകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ ലീഗുകാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഗവർണർ സംഘപരിവാറുകാരെ നിയമിക്കുന്നതിൽ കുഴപ്പമില്ലെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരന്റെ നിലപാട് തള്ളി ഇപ്പോൾ UDF കൺവീനർ MM ഹസനും രംഗത്തെത്തിയിട്ടുണ്ട്. ഇക്കാര്യം UDF ചർച്ച ചെയ്തിട്ടില്ല. നിയമനം സംബന്ധിച്ച കാര്യങ്ങൾ പരിശോധിക്കാൻ കമ്മിറ്റിയെ നിയോഗിച്ചത് അറിയില്ല. KPCC പ്രസിഡന്റ് പറഞ്ഞത് കേട്ടിട്ടില്ല. ഗവർണർക്ക് ആളുകളെ നിയമിക്കാൻ അധികാരമുണ്ടെന്നായിരിക്കാം അദ്ദേഹം പറഞ്ഞത്. സംഘപരിവാറുകാരെ നിയമിക്കുന്നതിൽ തെറ്റില്ല എന്നതാണ് അർത്ഥം പറഞ്ഞതെങ്കിൽ യോജിപ്പില്ലെന്നും ഹസൻ പറഞ്ഞു. സെനറ്റിലേക്ക് ഗവർണർ നിയോഗിച്ച UDF ബന്ധമുള്ളവർ രാജിവെക്കണോ എന്നതുൾപ്പെടെയുള്ള വിഷയം അടുത്ത യോഗത്തിൽ ചർച്ച ചെയ്യും. ഗവർണർക്ക് സെനറ്റിലേക്ക് ആളുകളെ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരവുമുണ്ട്. സർവകലാശാല നൽകുന്ന ലിസ്റ്റ് അംഗീകരിക്കാറാണ് പതിവെന്നും MM ഹസൻ കൂട്ടിച്ചേർത്തു. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.